എന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അവനായിരിക്കും നീയാണോ പറഞ്ഞത് ചോദ്യം ചോദിക്കാൻ? ഇത് കട്ട് ചെയ്ത് പറഞ്ഞേക്ക് നിനക്ക് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂല് പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും സിനിമ ഓടും. ഈ സിനിമയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂല് പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയുന്നത്. ഫിലിം ഫെസ്റ്റിവൽ എന്താണ് പറയുന്നത്, എന്താണ് പരിപാടികൾ? ഇപ്പൊ 2-3 സിനിമയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സിനിമയെ കുറിച്ച്, സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂയിലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ചെയ്യാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കൊല്ലപ്പെട്ട ഈ ഷൂ മേടിച്ചത്? എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചു ഒരു ഇന്റർവ്യൂവിൽ കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഭയങ്കര വൈറലായി. അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുകൊണ്ട് വന്ന ഷൂ ആണ്. ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കഴിയുന്നത് കഴിഞ്ഞിട്ടില്ല 5 ബാങ്ക് ജീവനക്കാരിൽ ഒരു കഥാപാത്രം പുള്ളിയാണ്. പുള്ളിയുടെ കഥാപാത്രത്തിന് ഇറങ്ങിയൊന്നും എനിക്കറിയില്ല. തീരുമാനിക്കാം. ഇത്തരം പ്രഷറുകളൊക്കെ ഭയങ്കരമാകുന്നുണ്ടോ? ഇന്റർവ്യൂ ഭയങ്കര ഭീകരമാക്കാൻ വേണ്ടി ഹൈ എക്സ്പെക്ടേഷൻ ആണല്ലോ പുള്ളി വന്നത്. സിനിമയെ കുറിച്ചല്ലോ പറഞ്ഞത്. ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രഷർ ഉണ്ട്. സിനിമ റിലീസിനെ കുറിച്ച് ആ പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട്. മാസമാണ് കുടുംബശ്രീ മുന്നോട്ട് ഇറങ്ങുന്നു. ഇന്ന് സ്വർഗത്തിലെ കട്ടം ഇറങ്ങി വാർണേഴ്സ് ഇറങ്ങാൻ പോകുന്നു. ജാൻചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ ഈ മാസം ജാൻചേട്ടനോട് തോന്നുന്നു. വർഷങ്ങളുണ്ട്. ഫിലിം ഫെസ്റ്റിവൽ സ്റ്റോറി ടെല്ലറിനെ ആദ്യമായിട്ട് ചെയ്ത ആള് അനീഷേട്ടനാണെന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിലൂടെ എന്തൊക്കെയാ മനസ്സിലാക്കിയത്? കഥ പറച്ചിലാണോ അതോ കഥകളുടെ പുതുമയാണോ? വളരെ ജെനുവിനാന്ന് തോന്നി. ഇപ്പൊ ഞാനും സഞ്ജു ഒക്കെ പാർട്ട്നേഴ്സ് എന്നുള്ള സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചിട്ടാണ്. പക്ഷെ നമുക്ക് എത്രയോ വർഷങ്ങൾ പരിചയമുള്ള ഒരാളെ പോലെ ഇപ്പൊ നമ്മളെന്തോ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾക്ക് പെരുമാറി. ഒരു സ്റ്റാർട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കണ്ടു കീഴടക്കി എന്ന് പറയുന്ന പോലെയായിരുന്നു. പിന്നെ കുറെ കഥകൾ പറഞ്ഞ് ആ കഥകളാണ് പിന്നീട് ഞങ്ങൾ ഇന്റർവ്യൂവിൽ കാണുന്നത്. അപ്പൊ അതിൽ വളരെ സത്യസന്ധമുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ വർഷം എനിക്ക് ഏറ്റവും വലിയ പ്രിയപ്പെട്ടതായി ഞാൻ കാണുന്ന ഇപ്പോഴും കൊണ്ടുനടക്കുന്ന നല്ല സൗഹൃദമാണ് ധ്യാന്റെ. അതെ ചേച്ചിയുടെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡയലോഗ് എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് തന്നെ, അതാണോ? ഞങ്ങളെടുത്ത് പരീക്ഷയ്ക്ക് ശേഷമാണ് ഇത് പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നത്. നല്ല കസ്റ്റേഴ്സ് ആയിരുന്നു. ഇത് പാർട്ട്നേഴ്സിനെ പറ്റി എന്നെ പറ്റിയല്ലോ ചർച്ച. പ്രസ് മീറ്റ് അല്ലല്ലോ എന്റെ ബുക്കിംഗ് പറയുന്ന പ്രസ് മീറ്റ് അല്ലോ. സിനിമയെ കുറിച്ച് സംസാരിക്കും അല്ലേ? പറയൂ. ഈ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു ഹേസ്റ്റ് ക്രൈം ജോണറിൽ വരുന്ന സിനിമയാണല്ലോ. അപ്പൊ ഇത്രയും നീ ഡീകോഡ് ചെയ്തല്ലേ? അങ്ങനെയാണോ പറഞ്ഞത്? അപ്പൊ സാധാരണ പോലെയല്ല, നമ്മള് കുറച്ച് ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈ ഇന്റർ കണക്ഷനും ഡ്രാമയൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ടല്ലോ. ഇത്രയധികം കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിൽ പാർട്ട്നേഴ്സിന്റെ കഥ മാത്രം ഓർത്ത് വെക്കാൻ എന്തെങ്കിലും കുറുക്കുവഴികൾ ധ്യാൻ ശ്രീനിവാസൻ അത്രയധികം കഥകളൊന്നും ഓർത്ത് വെച്ചിട്ടില്ല.
നല്ല പ്രശ്നം വരുന്നുണ്ട്. അല്ല ഇത് കൂടുതൽ പറയാം, ഞാൻ എന്തൊക്കെ പറയാമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ എന്നോടൊന്നും പറയരുതെന്നാ പറഞ്ഞത്. അല്ല ഈ ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഹെസ്റ്റാണ്, ചെറിയൊരു ക്രൈം ത്രില്ലറല്ല, മർഡർ മിസ്റ്ററി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഒരു മൾട്ടി ലെയർഡാ. പറഞ്ഞ പോലെ എന്താ പറയണ്ടേ, എന്താ പറയല്ലേ, കണ്ണൂർ സ്കോട്ട് കണ്ണൂർ സ്ക്വാഡിന്റെ പ്രൊമോഷൻ കഴിഞ്ഞതാണ് കുറച്ചു മുമ്പ്. അല്ല എനിക്ക് ഞാൻ ചേട്ടൻ പറയാം കഥയെ കുറിച്ച്. ഇത് ഒരു ഗ്രാമത്തില് ബാങ്കില് ജോലിക്ക് എത്തുന്ന 5 പേരുടെ കഥയാണ്. അവര് ആ ഗ്രാമത്തിലെത്തുകയും ഒരു ക്രൈമിൽ പെട്ടുപോവുകയും അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുകയോ ആണോ അല്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ മൊത്തത്തിലൊരു കഥ. പക്ഷെ ഇത് കഥ പറയുന്നത് നോൺ ലീനിയർ പാറ്റേണിലാണ്. അത് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഷാജുനാണ് ഒരു ഫൈനാൻഷ്യൽ ക്രൈം ഡിവിഷനിലെ ഒരു ഉദ്യോഗസ്ഥനായ ഷാജുവിന്റെ ക്യാരക്ടർ ഈ കേസ് അന്വേഷിക്കുന്നതും അത് കുറേശ്ശായി ഇതിന്റെ കഥ വരുന്നത്. ഒരു സീറ്റഡ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ള ഒരു ജോണർ വന്നിട്ടില്ല. ഇത് ഹൈസ്റ്റ് ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു എന്താ പറയുക, ഈ തരത്തിൽ ഒരു ത്രില്ലർ സിനിമകളും ഇപ്പോൾ നിങ്ങൾ മണി ഹീസ്റ്റ് അങ്ങനെയുള്ള കുറേ സിനിമകൾ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ വരുന്ന പോലത്തുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ അതുപോലത്തെ ഒരു ജോണർ സിനിമയാണെന്ന് പറയാം. ഈ കൊലപാതകം അന്വേഷിച്ച് ഒരു വഴിക്കായപ്പോഴാണ് ഈ ഫൈനാൻഷ്യൽ ക്രൈം അന്വേഷിക്കാൻ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഇപ്പോഴത്തെ കേൾക്കുന്നത് കൊള്ളാം. പോലീസ് അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അന്വേഷണം തന്നെയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണമാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ വന്നത് ഈ പാർട്ട്നേഴ്സിന്റെ ഈ ഇതൊന്നുമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പ്രസ് മീറ്റിനല്ല. കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും. ഈ സിനിമയിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂവിൽ പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ധ്യാൻ അപ്പൊ എന്താണ് പറയുന്നത്, എന്താണ് പരിപാടികൾ? ഇപ്പൊ 2-3 സിനിമയായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നു. അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സിനിമയെ കുറിച്ച്, സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത്, ഒന്നും പറയാൻ ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെയാണ് ഒന്നും പറയുന്നത്. അപ്പോ ഇവിടെ എന്താണ് ധ്യാൻ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാന്റെ ബിഹേവിയർ നിങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത്? അപ്പൊ അങ്ങനെ ധ്യാന്റെ ഒപ്പം ഇരുന്ന് ധ്യാന്റെ തമാശകളെ കുറച്ച് എന്താണ്, ഞാനൊരു 25 വർഷമായ സിനിമയിൽ വന്നിട്ട് നമ്മൾ ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതൊരു പക്ഷേ നമ്മള് നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത്. അത് അങ്ങനത്തെ ഒരാളാണ് ധ്യാൻ. ഞാൻ ധ്യാന്റെ കൂടെ ആദ്യത്തെ ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല. കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോ ഒന്ന് ധ്യാനിലുണ്ട്. അതാണ് മലയാളികൾ ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ധ്യാനൊരു സിനിമ ഇത് കഴിഞ്ഞോണ്ട് എനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ധ്യാനപ്പോ ഒരു ഇന്റർവ്യൂവിലും കൂടെ പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഇനി ബാക്കിയോട് എന്തായാലും കാണണം. ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നമ്മുടെ ഡയറക്ടർ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ്. ദയവേത് നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂയിലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് കൊല്ലപ്പള്ളി ഈ ഷൂ മേടിച്ചത്? എന്നോട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഒരു ഷൂ മേടിച്ചു ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കിട്ടുന്നത് ഭയങ്കര വൈറലായി. അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ടുകൊണ്ട് വന്ന ഷൂ ആണ്. ഇനി ഈ ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത്. ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കഴിയുന്നത് കഴിഞ്ഞിട്ടില്ല
5 ബാങ്ക് ജീവനക്കാരിൽ ഒരു കഥാപാത്രം പുള്ളിയാണ്. പുള്ളിയുടെ കഥാപാത്രം പേര് ചാക്കോ. ചാക്കോ ഇറങ്ങിയൊന്നും എനിക്കറിയില്ല, പിന്നെ തീരുമാനിക്കാം. ചാക്കോ. ഓക്കെ. അല്ല, ഇത്തരം പ്രഷറുകളൊക്കെ ഭയങ്കരമാണെന്നുണ്ടോ ഇന്റർവ്യൂ ഭീകരമാക്കാൻ വേണ്ടി? ഭയങ്കര ഹൈ എക്സ്പെക്ടേഷൻ ആണല്ലോ പുള്ളി വന്നത്. സിനിമയെ കുറിച്ചല്ലേ പറഞ്ഞത്, ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് പ്രഷർ ഉണ്ട്. സിനിമ റിലീസിനെ കുറിച്ച് ആ പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ട്. ധ്യാൻചേട്ടന്റെ മാസമാണ് തോന്നുന്നത്. കുടുംബശ്രീ കുഞ്ഞാട് ഇറങ്ങുന്നു, ഇന്ന് സ്വർഗത്തിലെ കട്ടറും ഇറങ്ങി, ഇപ്പൊ വാർണ ഇറങ്ങാൻ പോകുന്നു. ധ്യാൻചേട്ടന്റെ സിനിമകൾ ഇങ്ങനെ ഈ മാസം മുഴുവൻ ധ്യാൻചേട്ടൻ അവിടെ ആണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് വർഷങ്ങളുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ഫിലിം ഫെസ്റ്റിവൽ. ചോദ്യം തീർന്ന ഈ ധ്യാൻചേട്ടന്റെ ഈ പ്രസിദ്ധമായിട്ട് സംസാരത്തില് ഉപയോഗിക്കുന്ന ഈ കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴെങ്കിലും ഈ തിരിച്ച് കൗണ്ടറുകളിലേക്കൊക്കെ പോയാൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരുപാടുണ്ട്. ധ്യാന്റെ 1-2 കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്തൊക്കെ എത്ര സിനിമകളുണ്ടെന്ന് അറിയാമോ എന്നോട് ഞാൻ ചോദിച്ചു. ധ്യാൻ പറയുന്ന ഒരു കഥയിൽ നമുക്കൊരു 3 സിനിമയ്ക്കുള്ള പ്ലോട്ടുകളുണ്ടാകും. ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് എത്ര സിനിമകളുണ്ടെന്ന് അറിയാൻ പറ്റും. ഇതെല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കുറെ പരിപാടികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റ്. ധ്യാന്റെ കഥ കേട്ടാൽ തന്നെ കുറേ സിനിമകൾക്കുള്ള പരിപാടികൾ അതിനകത്തുണ്ട്. ഒരുപാട് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, അത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം നമ്മൾ പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്കത് ഒരുപാട് തമാശ ഫീൽ ചെയ്യും. അത് അതിൻ്റെതായ രീതിയിൽ അത് നമ്മളോട് ഒരാളൊരു സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ടാവും നമ്മളത് എൻജോയ് ചെയ്യുന്നുള്ളത്. അപ്പൊ അദ്ദേഹം അന്ന് കാണിച്ചതൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ, അത് നമ്മൾ ചിരിയോടുകൂടിയാണ്. പക്ഷെ അപ്പോഴും നമുക്ക് അദ്ദേഹത്തിനോടൊരു ദേഷ്യമോ ഒന്നും തോന്നില്ല. അപ്പൊ അങ്ങനെ കുറേ കഥകളുണ്ട്. തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ധ്യാൻ തന്നെ അത് ഉപയോഗിക്കും. കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരാളാണ് ധ്യാൻ, നമുക്കറിയാം. സമയം കിട്ടണ്ടേ? ഈ അയ്യരൻ ദുബായ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷന് മുകേഷ് ഏട്ടൻ പറയണ്ടായി. ലൊക്കേഷനിൽ ധ്യാൻ പല കഥകളും പറയും. അപ്പൊ മുകേഷ് ഏട്ടൻ ഓർക്കും, ചേട്ടാ ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരനല്ലേ, എന്നോട് ഇതൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് ഓർക്കും എന്ന് പറയും. അപ്പൊ അതുപോലത്തെ രസകരമായിട്ടുള്ള എന്തെങ്കിലും വേറെ ടൈപ്പ് കഥകളാണ്. അതൊരു പ്രസ് മീറ്റിൽ അങ്ങനെ അത്തരം കഥകളും ഞങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അല്ലെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേറെ ടൈപ്പ് സിനിമയായിട്ട് ഇറക്കുന്നതായിരിക്കും. ഈ പാർട്ട്നേഴ്സ് എന്നുള്ളൊരു പേര് ഇപ്പൊ താങ്കൾ തന്നെ പറയണ്ടായി. കുറച്ച് 3-4 പേര് പല സാഹചര്യങ്ങളിൽ ബാങ്കിൽ ജോലിക്ക് വരും. അപ്പൊ ഇത് ബോധപൂർവമായി പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ, ഇവരെല്ലാവരും ഗ്യാങ് ആയിരിക്കും, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പേരാണോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ടിസ്റ്റുകളും ഒളിപ്പിച്ച ഒരു സിനിമയായിരിക്കും പാർട്ട്നേഴ്സ്. കാരണം ഓൺലി ക്രൈം എന്ന് പറയുന്നത് അവരൊരു പാർട്ട്നേഴ്സ് ആവാൻ കാരണം ഒരു ക്രൈമാണ്. അവര് ജീവിതത്തിലെ മുൻപ് പരിചയമില്ലാത്ത ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ആളുകൾ ഒരു ക്രൈമിന്റെ പേരിൽ ഒരുമിച്ചാവുകയും പിന്നീട് അവരെ ഒരുമിച്ച് പിന്നീടുള്ള ജീവിതം ആവുന്നതുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. ജ്യേഷ്ഠന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടല്ലോ, സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ ധ്യാൻ ചേട്ടന്റെ. അപ്പൊ ഇവരെ ഒരുമിച്ച് പേരൊക്കെ മറന്നുപോയോ? അപ്പൊ ഇവർ രണ്ടുപേരുള്ള സാമ്യതകൾ എന്താണ്? ഇപ്പൊ രണ്ടുപേരും ഒരാൾ പറയുന്നതിൽ കഥകളിൽ കുറെ നന്മയുണ്ട്, രണ്ടാമത്താൾ പറയുന്നതിൽ ഒരു ഹാസ്യമുണ്ട്. അപ്പൊ ക്യാരക്ടറിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളൊക്കെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നിയത് ഞാൻ ധ്യാനിന്റെ ഒപ്പം ഇത് 3ാമത്തെ സിനിമയാണ്. ഈ 3 സിനിമകളിൽ നമുക്ക് കുറേയേറെ സമയം സംസാരിക്കാനായിട്ട് കിട്ടി. അപ്പോൾ ഇപ്പോൾ ഷാജു പറഞ്ഞതും സഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഈ ജീവിതാനുഭവ കഥകൾ കൂടാതെ പല ധ്യാനിന്റെ മനസ്സിലുള്ള പ്ലാനിലുള്ള പല സ്ക്രിപ്റ്റുകളും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും മനസ്സിലായത് നിറയെ ഒത്തിരി കഥകളും പൊതുവേ നമ്മൾ പലപ്പോഴും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർത്തു വയ്ക്കാത്തതുപോലെ അതെല്ലാം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുകയും അത് വേണ്ട ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് അതിനെ കാൽപ്പനികത ചെയ്ത് പറയുന്ന ഒരാളാണ്. വിനീതം തന്നെയാണ്.
ഇതും കഥ പറയുമ്പോൾ ഇതിനോട് ഈ പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് മുമ്പ് മറ്റു പല സിനിമകളും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും കഥ പറഞ്ഞിട്ട് രണ്ടുപേർക്കും രണ്ട് ശൈലിയുണ്ട്, രണ്ട് രീതിയുണ്ട്. ഞാൻ ഒരു കഥ പറഞ്ഞ് അത് ചില പകുതി നിർത്തിയിട്ട് അടുത്ത കഥ പറയും. വിനീത് അങ്ങനെയല്ല. വിനീത് ഒരു പരിപാടി പറഞ്ഞാൽ അതിൻ്റെ പ്ലാറ്റ്ഫോം വരെ എത്തിച്ചിട്ടേ പറയുള്ളൂ. ഞാൻ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട വ്യത്യാസം ജീവിതത്തിൽ തൊട്ട് ഇങ്ങോട്ടേ ഇടനിലക്കാരൻ റോളുകൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തീർന്നില് ഉണ്ടാവും. മിഡിൽമാൻ പരിപാടി പാർട്ട്നേഴ്സിൽ ആ വിധത്തിലുള്ള ഒരു അത് പറയാനനുവാദമില്ല. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എന്നെ പോലൊരു നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ചൂസ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പലപ്പോഴും എഴുത്തുകാരും സംവിധായകരും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ ആയാൽ ശ്രീകാന്തിനോട് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം ചെയ്യണം. ഇപ്പം പകുതി ജോലി അവർ ചെയ്തു കഴിഞ്ഞു, നമ്മൾ പിന്നെ പോയിട്ട് അത് പെർഫോം ചെയ്യേണ്ടി വരും. അപ്പൊ അതിൽ ഈ പറഞ്ഞതുപോലെയുള്ള മുൻപുള്ള അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു ഡോക്ടർ ആണെങ്കിൽ അത് ആവാം, വക്കീലാണെങ്കിൽ ആവാം. എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് വക്കീൽ വേഷമാണല്ലോ കൂടുതൽ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പലയിടത്തും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വ്യത്യാസമായിട്ട് ഈ പറയുന്ന വക്കീൽ ആ വക്കീലിൽ നിന്നും ഈ വക്കീലിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. അപ്പോൾ ഇതില് പോലീസാണ്. ഞാൻ പോസ്റ്ററുകളൊക്കെ കണ്ടതുകൊണ്ട് പറയും ഇതിൽ പോലീസാണ്. എൻ്റെ ഒരു 14-15 പോലീസ് ഇപ്പോൾ ആയി. അപ്പോൾ ഞാൻ ആ നിലയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ റൈറ്റർ ഡയറക്ടർ ഈ സിനിമയുടെ കോറൈറ്റേഴ്സ് ആയിട്ടുള്ള ഹരിപ്രസാദും പ്രശാന്തും പുറത്തുണ്ട്. ക്യാമറ നമ്മൾ തിരിച്ചു നടന്നത് നവീൻ്റെ കൂടെ അവരോട് ചേർന്നിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവർ നമുക്ക് നമ്മുടെ കഥാപാത്രം എന്താണെന്ന് തീരുമാനിച്ചിട്ട് അവർ പറഞ്ഞു തരുന്ന പോലെ ചെയ്യാവുന്നതായിരുന്നു പരിപാടി. അവിടെ പിന്നെ ഈ പറഞ്ഞതുപോലെ അവർക്ക് പക്ഷേ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഒരുപക്ഷെ പലർക്കും റിലീസ് ആവാതിരിക്കുകയും അല്ലെങ്കിൽ കാണാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഉത്തരവാദിത്വം അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു ചലഞ്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവസരങ്ങൾ ആണ് എന്നെ പോലുള്ള ഒരാൾക്ക് ഞാനിപ്പോൾ അവസരങ്ങളാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇടനിലക്കാരനായി കണ്ടെങ്കിൽ അത് എൻ്റെ തീരുമാനമായിരുന്നില്ല. അതാണ്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയട്ടെ. ഇത് കാസർഗോഡ് ഷൂട്ട് ചെയ്ത സിനിമയാണ്. നവീൻ കാസർഗോഡുകാരനാണ്. മലയാള സിനിമയിലേക്ക് കാസർഗോഡുകാരും കാസർഗോഡ് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നിറയെ കാസർഗോഡുകാരും മുമ്പും സിനിമ ഇപ്പോൾ വൈശാഖും അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശാന്ത് കാസർഗോഡുകാരനാണ്. അപ്പൊ അങ്ങനെ പക്ഷേ ഈ സിനിമയിൽ കാസർഗോഡ് ഇല്ല. ഒരു ഇടം എന്നുണ്ട് ഈ സിനിമയിലുള്ളത്. ഒരു ഹേസ് ത്രില്ലർ എന്നാക്കി ആ ഒരു സ്ഥലത്ത് നടക്കുന്ന കഥ എന്നുള്ളതൊക്കെ പറഞ്ഞത്. പിന്നെ ഈ മധുസൂദന റാവു എന്ന കന്നഡത്തിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ലാലേട്ടനെ കൂടുതൽ ഓപ്പോസിറ്റ് അഭിനയിച്ചിട്ടുള്ള ഹിന്ദിയിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള വലിയൊരു നടൻ കൂടിയുണ്ട്. അദ്ദേഹത്തിന് ചില പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റാത്തതാണ്. അദ്ദേഹം ഇതിൽ വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടായിട്ടുള്ള റോൾ ചെയ്യുന്നത് നിറയെ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇതിലൊരു ആ നിലയ്ക്ക് പിന്നെ നമ്മൾ കുറച്ചു മുമ്പ് നവീൻ പറഞ്ഞതുപോലെ മണി ഹേസ്റ്റിനെ കുറിച്ചും ഇറ്റാലിയൻ ജോബിനെ കുറിച്ചും ഹീറ്റിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കും. ഹേസ്റ്റിൽ എന്ന് പറയും നമ്മൾ കണ്ടുള്ള സിനിമകൾ ഡോഗ് ഡേ ആഫ്റ്റർനൂൺ എന്നൊക്കെ ഇവിടെ സംസാരിച്ചു. അപ്പൊ അതൊന്നുമല്ല, ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥ. അപ്പൊ അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അതായത് അടയ്ക്കാമരങ്ങളും ഗ്രീനറി ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായിട്ടുള്ള ടെറൈനിൽ കാസർഗോഡിന്റെ പല ഇടങ്ങളിൽ ആണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിം എങ്ങനെ വെച്ചാലും അതിന്റെ പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റോറിക്ക് ഈ ത്രില്ലർ സ്വഭാവമാണ്. അതൊരു ശരിക്കും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെയാണ് എനിക്ക് തോന്നിയ സന്തോഷം. ജാൻചേട്ടൻ ഒരു ഡയറക്ടർ ആക്ടറാണ്. ഡയറക്ടർ എന്ന് പറയുന്നത് അതുപോലെ ആവാൻ ശ്രമിക്കുന്നത്, അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് ആക്ടറാന്ന് പറയും. ഇവന്തോ വർഷങ്ങൾക്ക് ശേഷം പോലും ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു ട്രോള് കിട്ടാത്ത ഒരേ ഒരു ആക്ടർ താങ്കളാന്ന് തോന്നുന്നു. ബാക്കി എല്ലാത്തും അപ്പം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കഥാപാത്രം ചെയ്തത് ആ കഥാപാത്രത്തെ റീച്ച് ആവുകയും ചെയ്തു. അപ്പോൾ അതേപോലത്തെ കഥകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ തീർത്ത് പോവുക അങ്ങനെ ഇതാണോ? അതുപോലത്തെ കഥകൾ വരുന്നുണ്ടോ? ഈ പാർട്ട്നേഴ്സ് എന്ന കഥയിലെ കഥാപാത്രം അതുപോലത്തെ കഥാപാത്രമാണോ? നമ്മൾ കിട്ടുന്ന ശ്രീനാഥൻ പറഞ്ഞ പോലെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അല്ലേ പലപ്പോഴും ഇങ്ങനത്തെ അവസരങ്ങൾ ഇങ്ങനത്തെ അവസരങ്ങൾ എനിക്കെന്ന് വെച്ചാൽ അവസരങ്ങൾ കൂടി കൂടി വരുന്നു. അപ്പോൾ പിന്നെ നമ്മള് പലപ്പോഴും ഇതൊക്കെ നമ്മള് ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോൾ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമ ഏതാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആലോചിക്കണം. ബുദ്ധി ഉപയോഗിച്ചിരിക്കും.
നമുക്കൊരു നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻ പ്ലേയോ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം ഏട്ടൻ്റെ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ, അപ്പോൾ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊരു ആക്ടിങ് പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതുകൊണ്ട് ബോണസ് എന്ത് കിട്ടിയാലും ബോണസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല സ്ഥലത്ത് ഞാൻ ഇതെല്ലാം ആഴ്ച വന്ന് പറയുന്നല്ലോ, എന്നെ അതേ കാര്യം ചോദിച്ചോണ്ടിരിക്കുന്നു. ഓരോ സ്ഥലത്ത് വരുമ്പോഴും എപ്പോഴും ചോദിക്കുന്നു. അപ്പം കിട്ടുന്നത് ഇപ്പൊ എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐഡിയ നവീൻചേട്ടൻ ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോ ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ ഇതൊരു ഞാൻ ഇതിനെപ്പറ്റി ഒരു ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇതൊരു വാർത്തയായിട്ടൊരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യതയും ഇത് ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനൊരു സാധനം കഥയായിട്ട് വരുവാണ്, സിനിമയായിട്ട് വരുവാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് നവീൻചേട്ടൻ ഇങ്ങനെ ഒരു കഥയായിട്ട് വരുന്നത്. ആ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സാധനം. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നവീൻചേട്ടന്റെ ഈ സിനിമ കൊണ്ടുള്ള പേർപ്പസ്, ഒരു സിനിമക്ക് ഒരു പേർപ്പസ് ഉണ്ടാവില്ല, എന്താണ് ഈ സിനിമ കൊണ്ട് നവീൻചേട്ടൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അത് ആ കാര്യം ഇത് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ആ പേർപ്പസ് മീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ നേരത്തെ പറഞ്ഞ മണി ഹീസ്റ്റും ഇറ്റാലിയൻ ജോബ് ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് എന്തായാലും ഒരു പുതുമയാണ് ഡെഫിനറ്റ്. ഹിന്ദിയിലെ ഒരു സിനിമയുണ്ട് കാണ്ടെ എന്ന് പറയുന്നത്, അമിതാഭ് ബച്ചനും സുനിൽ ഷെട്ടി ലക്കേലി ഒക്കെ അഭിനയിച്ചു. അപ്പം അത് ഇതുപോലെ തന്നെ ഒരു അതൊരു മൾട്ടിസ്റ്റാർ സിനിമയാണ്. ഇതുപോലെ തന്നെ ഒരു ബാങ്ക് അതിലേക്ക് വരുന്നത് 5-6 ആൾക്കാരും ചേർന്ന്. അപ്പൊ അതുമായിട്ട് അതിന്റെ പറ്റി ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥയാണോ അതെയോ? അല്ല, ഇത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ ഒരു പ്രൊജക്ട് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഒരു റൈറ്ററായ പ്രശാന്ത് എൻ്റെ അടുത്തൊരു ഈ പത്രവാർത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പത്രവാർത്തയെ കുറിച്ച് പറയും. അപ്പൊ അതിലൊരു സിനിമയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ 3 പേരും ചേർന്ന് ഇത് ഒരു കഥ രൂപപ്പെടുത്തി. അപ്പം ദിനേശ് സപ്പോർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ ആരെ ഇതിൽ അഭിനയിപ്പിക്കാമെന്ന് ആലോചിച്ച സമയത്ത് ധ്യാനിന്റെ അടുത്ത് പോയി നോക്കാം എന്ന് പറഞ്ഞ് ധ്യാനിന്റെ അടുത്ത് പോയി കഥ പറഞ്ഞപ്പോൾ ധ്യാനിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇത് പ്രൊജക്ട് ഉണ്ടാകുന്നത്. അപ്പൊ ബേസിക്കലി ഇത് മറ്റ് സിനിമകളിൽ നിന്നും വന്നല്ല, ബേസിക്കലി ആ പത്രവാർത്തയിൽ നിന്ന് തന്നെ ഒരുപാട് തരത്തിലുള്ള തോട്ടുകൾ ആലോചിക്കുമല്ലോ. ഒരു ലൈനിൽ ആ തോട്ട് പറയുമ്പോൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന പോലെ ഒരു നോട്ടാണ്. ആ നോട്ടിൽ നിന്നാണ് ബാക്കി തുടക്കം. പിന്നെ പക്ഷെ ഇത് റിയലിസ്റ്റിക് ആയി ആ കഥയുമായി ബന്ധമല്ല, ആ നോട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നീട് കൊമേഴ്ഷ്യലി കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന പോലെ ഇതിനെ സ്ക്രീൻ പ്ലേ മാറ്റിയിട്ടുണ്ട്. ഈ കണ്ണൂർ സ്കോഡൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഫ്രം ദ റൈറ്റ് ഓഫ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുമ്പോൾ അത് ഈ ഇറങ്ങുന്ന സിനിമകൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഒക്കെ ആക്കുന്നുണ്ട്, അഭിനയിക്കുന്ന സിനിമകളടക്കം. അതുകൊണ്ട് ആരും വിളിക്കുന്നില്ല അല്ല, കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട് ആ ഒരു ടാഗ് റൈറ്റ് ഓഫ് കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്നത്. അഭിനയിക്കുന്ന സമയത്ത് ഇതിനുശേഷം ആരും വിളിച്ചിട്ടില്ല. പിന്നെ സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊക്കെ പറയുന്ന വലിയ ഡയറക്ടേഴ്സ് ഉണ്ട്. രഞ്ജിത്ത് സാറിനെ പോലത്തെ ഡയറക്ടേഴ്സ് ഒക്കെ സിനിമ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പുറത്ത് സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഡൈഹാർഡ് കണ്ടിട്ടാണ് ജിത്തു ജോസഫിന് ആദ്യമായി സിഗരറ്റ് വലിക്കാൻ തോന്നിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ, ക്രൈം ഹേസ്റ്റ് സിനിമകളൊക്കെ. ഈ ധൂമൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി അങ്ങനെ കുറെ ഹേസ്റ്റുകളെ ഇൻസ്പയർ ചെയ്തിട്ട് നടന്നിട്ടുണ്ട്. ദൃശ്യത്തിന്റെ മോഡൽ കൊലപാതകങ്ങളെ പറ്റി നമുക്കറിയാം. ഇങ്ങനത്തെ ക്രൈം സിനിമകൾ ചെയ്യുമ്പോൾ ഇതിന് ഈ റിയാലിറ്റിയിൽ ഒരു സാധ്യത ഉണ്ടാവോ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് വേണ്ടില്ല, പൊതുവിൽ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ. അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ? ആ രീതിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ
അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ല, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാടിനൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ബസ്റ്ററാണ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാര് സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് പോലെയിരിക്കും മൊത്തം. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ട്. ഒരു ഇന്റർവെല്ലിൽ ഒരു പഞ്ച് വേണം, സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തോടെ അനുബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് വന്നു. ആ ഒരു ഫോർമുലയിലാണ് ഒട്ടുമിക്ക ത്രില്ലർ സിനിമകളും വരുന്നത്. അപ്പം അതിന്റെ ഒരു ചുവട് പിടിച്ച് ഒരു 90% സിനിമകൾ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ആ ഒരു ഫോർമുലയിൽ തന്നെ പോകുന്ന ഒരു സിനിമ തന്നെയായിരിക്കുമോ കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ സിനിമയുണ്ട് ഡെഫിനറ്റായിട്ടും. ആ ഫോർമുല ആവശ്യമാണ് ഇങ്ങനെയുള്ള സിനിമകൾ പ്രത്യേകിച്ച്. അപ്പൊ ആ രീതിയിൽ ആ ഫോർമുല തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു കറക്റ്റ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇന്റർവെൽ ഇംഗ്ലീഷ് പടങ്ങൾക്ക് സാധാരണ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ഇന്റർവെൽ അതിന് വേണ്ടിയിട്ടൊരു ഇന്റർവെൽ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ. നമുക്കാണ് ഇടയ്ക്ക് മുദ്രയ്ക്കാൻ നമുക്കാണ് അത്യാവശ്യം. പുറത്തുള്ള സിനിമകൾക്ക് അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ഇവിടെ പെട്ടെന്നൊരു കട്ട് ചെയ്തിട്ട് അവിടെ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടുന്ന പരിപാടി. അപ്പൊ ഇവിടെ അതുകൊണ്ട് തന്നെ അതൊരു മാൻഡേറ്ററി ഫോർമുലയായി മാറി. എന്നുവെച്ചാൽ ആ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്യണം, കറക്റ്റ് പോയിന്റ് ബ്ലോക്ക് ചെയ്യുക, ഒരു എലിവേഷൻ, പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ അങ്ങനെ ഒരു ഫോർമുലയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാവും. ഇന്റർവെൽ ആദ്യമാണോ? ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന നായക നടന്മാരിൽ ഇപ്പൊ ധ്യാനേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ. അപ്പൊ നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമിൽ? നിലവില് കുറെ പടമുണ്ട്. ഇപ്പൊ ദിലീപേട്ടൻ്റെ കൂടെ പടം, പിന്നെ ഓമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അത്യാവശ്യത്തെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. അപ്പൊ ഒരു 10 വർഷം കൂടെ ഇങ്ങനെ പോകും. കുറച്ച് വർഷം പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ മാറ്റേഴ്സ്. എത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നല്ല മനുഷ്യനായി ഇവിടെ അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ സംവിധാനമൊക്കെ ചെയ്യുന്നത്, അഭിനയിച്ച് പണം ഉണ്ടാക്കേണ്ട സമയല്ലേ, ഈ സിനിമ സംവിധാനം ചെയ്തത് ഭയങ്കര തെറ്റായ തീരുമാനമായി പോയി എന്നുള്ളത്. അപ്പൊ അത് ഇപ്പൊ ചോദിക്കാനുള്ള കാര്യം അല്ല, അത് ആദ്യത്തെ സിനിമ കഴിഞ്ഞപ്പോ നമുക്ക് ചോദിച്ചല്ല. രണ്ടാമത് ഇനിയും സിനിമകൾ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്കാം എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം ഉടനെ ഒന്നും അങ്ങനെ പോണ്ട. കാര്യം അറിയാലോ, ഒരു സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം. അപ്പൊ ദീപാഞ്ജലി നമുക്കിപ്പോ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ്. അപ്പൊ അത് എന്നോട് പറഞ്ഞത് അത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ്. ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ ശ്രദ്ധിക്കാം, അത് കഴിഞ്ഞിട്ട് ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സമയം ഉണ്ടാവും, അങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് ധ്യാനിട്ടൊരു നോട്ടം കൂടെ അതെ അതെ, ഒരു ഓണത്തിനാണ് ഞങ്ങൾ രണ്ടുപേരുടെ സിനിമകൾ വന്നത്. ചേട്ടൻ മുഴുവൻ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായതൊക്കെ ആയ സിനിമയാണ് സത്യമായിട്ടും. ഈ അഭിനയിക്കുന്ന സിനിമകളൊന്ന് ഗ്യാപ്പ് എടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് 2027-ലോ 27-ലൊക്കെ എത്തുമോ ധ്യാൻ സിനിമ? എത്തും. അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്, അതിനെ സംവിധാനം ചെയ്യാന്ന് വിചാരിച്ചിരിക്കും. അടുത്ത വർഷം അവസാനമൊക്കെ നായകൻ ഒരാൾ മനസ്സിലുണ്ട്. അപ്പൊ അത് ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. പിന്നെ
ഉറപ്പായിട്ടും അടുത്ത വർഷം ഒരു സിനിമയുണ്ട്.